പ്രതിപക്ഷം 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, ഇപ്പോൾ അയ്യപ്പ ഭക്തി കാണിക്കുന്ന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുമോ, സത്യവാങ്മൂലം. 2, NSS പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായി അന്ന് കേസെടുത്തിട്ടുണ്ട് സർക്കാർ. ആ കേസ് പിൻവലിക്കുമെന്ന് ഉറപ്പ് തന്നാണ്. പക്ഷെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല. എല്ലാവർക്കും എതിരായിട്ടുള്ള കേസാണ്. ആ കേസ് പിൻവലിക്കുമോ? 2, കഴിഞ്ഞ 10 വർഷക്കാലമായി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെറുവിരൽ അനക്കാത്ത ഈ ഗവൺമെന്റ് ഇപ്പൊ മാസ്റ്റർ പ്ലാനുമായി വന്നത് ആരെ കബളിപ്പിക്കാനാണ്? ഈ 3 ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. ഈ 3 ചോദ്യങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഒന്നും. മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. അതിൽ നിന്നൊരു മാറ്റമുണ്ടാകാനുള്ള ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. ഈ തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പു പറഞ്ഞു, സമുദായ സംഘടനകൾ NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനം എടുക്കാം. ഇപ്പൊ ചിലർ പോകാൻ തീരുമാനിച്ചു, ഇപ്പൊ യോഗക്ഷേമ സഭ പോലുള്ള ചിലർ പോകണ്ടെന്ന് തീരുമാനിച്ചു. പലരും പല തീരുമാനം എടുത്തു. പല സംഘടനകളിലും പല സമുദായ സംഘടനകളിലും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുത്ത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവിടെ 4200 പേര് വരുമെന്ന് പറഞ്ഞിട്ട് 600 ചില്ലാൻ പേര് മാത്രം പങ്കെടുത്ത പരിപാടി, വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്, ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിർ കൊണ്ടത്, ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു. ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ കഥാപാത്രമാകുമായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. രാഷ്ട്രീയ തീരുമാനം.